നിന്നോടല്ലേ പറഞ്ഞേ. ഐശ്വര്യ അനസൂയ പുറത്തിറങ്ങാൻ പറ്റില്ലേ? മാറിക്കേ ഐശ്വര്യ മാറ എന്തുപറ്റി? അമ്മയും മോളും ആകെ ഡെസ്പാണല്ലോ. ഒന്നുമില്ല. ഞങ്ങള് വക്കീലിനോടും ഡോക്ടറോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ലെന്നാ. അച്ഛൻ ജയിലിലായിരുന്ന കാര്യം അമ്മയ്ക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഇപ്പോഴാ അറിഞ്ഞത്. പാവത്തിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ആന്റി, ദാസേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരെ ഒരു കോടതിക്കും ശിക്ഷിക്കാൻ പറ്റത്തില്ല. ആന്റി ധൈര്യമായിട്ടിരിക്കും. സങ്കടപ്പെടല്ലേ അമ്മ. ആരുമില്ലാത്തവർക്ക് ഭഗവാൻ ഉണ്ടാവും. അതെ, ഞാനുണ്ടാവും. തന്റെ കാര്യമല്ല, ഭഗവാന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ ഞാനും പറഞ്ഞത്. ആരും ഇല്ലാതെ വന്നപ്പോ തുണയായത് ഞാനല്ലേ. അപ്പോ ഞാനൊരു രക്ഷകന്റെ സ്ഥാനത്താ. അതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്നും പറഞ്ഞ് ഭഗവാന്റെ സ്ഥാനം കൈക്കലാക്കാൻ ശ്രമിക്കണ്ട, നടക്കത്തില്ല. അയ്യോ വേണ്ടായേ, ഞാനൊരു പാവൻ ഡ്രൈവറാ. അത് മതി ഈ മഹിക്ക്. ആന്റി, ഇന്ന് കേസ് വിസ്താര. ആന്റി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്. ആന്റിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. പോയിട്ട് വരാം. അമ്മ സങ്കടപ്പെടാതിരിക്കെ. സമയമാവുന്നു. പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഈ ഐശ്വര്യലക്ഷ്മി ഇരിക്കുമ്പോഴേ ക്യാബിനകത്ത് ഇരിക്കുന്ന നെയിം ബോർഡിൽ ഐശ്വര്യ അർജുൻ എന്നായിരിക്കണം. അതുകൊള്ളാലോ. അപ്പോ ഐശ്വര്യലക്ഷ്മി എന്ന പേര് കളഞ്ഞോ? സർ, അർജുൻ എന്ന പേര് ചേർക്കാൻ വേണ്ടി ഞാൻ പേരെന്നല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. ഓ, അങ്ങനെയാണോ? എന്നാ താൻ ആദ്യം എനിക്ക് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കി തരാവോ? അതെന്ത് കാര്യോ സാർ? അതെ, ഈ സാറെന്നുള്ള വിളി. അതങ്ങനെയല്ലേ വിളിച്ച് ശീലിച്ചത്. സാരല്ല, പതിയെ ഞാൻ ആ ആഗ്രഹവും സാധിച്ചരാ. ഓക്കെ അർജുനേട്ടാ, അർജുനേട്ടാ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. നിന്റെ സംശയം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന റൂമിലോട്ട് ഇങ്ങനെ മതം ഇളകിക്കൊണ്ടാണോടി വരുന്നത്? അതെങ്ങനെയാ? ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാൻ പഠിക്കണ്ടേ? അതെങ്ങനെ? ഏതെങ്കിലും അഴുക്ക് ചാലിലൊക്കെ കിടന്ന് വളർന്നവൾക്ക് ഇത്രയും മാനേഴ്സ് ഒക്കെ അല്ലേ കാണൂ. കഷ്ടം. അനസൂയ, എന്താ ഇത്? അർജുനേട്ടാ, ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ. ആ എന്നെയാ ഇവള് അയ്യോ, ഇവളുടെ പൂങ്കണ്ണീര് കണ്ടില്ലേ? ഇവളുടെ ഉദ്ദേശം വേറെയാ. ഇവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇറങ്ങടി വെളിയില്. എടി ഇറങ്ങാനല്ലേ പറഞ്ഞേ? എടി നിന്നോടല്ലേ പറഞ്ഞേ?
ഹേയ് ഐശ്വര്യ ഉടനെ പറഞ്ഞു എന്താ ഇത്? ഇറങ്ങാൻ. എടി, 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 ഇറങ്ങാൻ. ഹേയ് അനസൂയ ഹേയ് ഹേയ്, ഹേയ്, ഐശ്വര്യ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലേ സർ? മാറിക്കേ സർ, ഐശ്വര്യ മാറ് എന്താ ഇവിടെ അമ്മേ മോളെ എന്താ കൊച്ചേ അമ്മേ ഇവളെന്നെ അടിച്ച അമ്മേ. അടിച്ചെങ്കിലേ കണക്കായി പോയി. ഓഫീസിൽ വെച്ച് നീ എന്നെ അടിച്ചില്ലേ? അതിന് പകരം തന്നതായിട്ട് നീ അങ്ങ് കൂട്ടിക്കൊടി. അർജുൻ, നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതൊക്കെ? അതോ നിന്നെ കൂടി അനുവാദത്തോടെയാണോ? അല്ല അത് ആന്റി. അർജുൻ, ഇവള് നിന്റെ ജീവിതത്തിൽ ഇന്നലെ കയറി വന്നവളാ. എന്റെ മകൾ അങ്ങനെയല്ല. അവള് ജനിച്ച അന്ന് മുതൽ നിന്നെ കണ്ടു തുടങ്ങിയതാ. നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവളാ എന്റെ കുഞ്ഞ്. അവളെ നീ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ കണ്ണി കണ്ടവളുടെ അടി വാങ്ങിക്കൊടുക്കാൻ കൂട്ടി നിൽക്കരുത്. കണ്ടോ ഈ തള്ളയുടെ മനസ്സിലിരിപ്പ്? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. തള്ള മറിഞ്ഞിരുന്നിട്ട് മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക വശീകരിക്കാൻ. എടി, ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ കർണക്കുറ്റി അടിച്ചു പൊളിക്കും ഞാൻ. ആണിനെ വശീകരിക്കാൻ നടന്നതേ ഞാനും എന്റെ മോളും അല്ല, നീയാ. ഇവനെ പോലെ പണക്കാരായ എത്ര എണ്ണത്തിന് ഇതിനകം നീ വളച്ചിട്ടുണ്ടെന്ന് അന്വേഷിച്ച മനസ്സിലാകും. ദേ ഒന്ന് നിർത്തുന്നുണ്ടോ മോനെ? ഈ മുറിയുന്ന എല്ലാരും ഒന്ന് പോയിത്താ. എനിക്ക് സമാധാനമായിട്ടൊന്നിരിക്കണം. അർജുൻ മോൻ പറഞ്ഞതുകൊണ്ട് പോവാ. മോളെ നീ വാ. എന്റെ മോളെ നീ തല്ലിയല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. വാ മോളെ. ഇതിനു പകരം നിന്നെ ഞാൻ കരയിപ്പിച്ചിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് അനസൂയ എന്നല്ല. ഒന്ന് പോടി. ഛേ